വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ നേരെ റിപ്പോർട്ടിലേക്ക് എടുക്കുകയാണ്. അധികം സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്പീഡിൽ വായിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുമുണ്ട്, ക്ഷമിക്കണം. 5-6 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ തിരക്ക് പിടിക്കുന്നത്. ഇരിങ്ങാലക്കുട സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെ ഇടവക ദിനമായ 2026 ജൂൺ 28 ഇടവക ദിന പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഇടവകയുടെ പ്രവർത്തന റിപ്പോർട്ട്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യമായി പറയുന്നു: നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഈ തിരുവചനം അടിസ്ഥാനമാക്കിയുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2025 ജൂൺ മാസം 29 ഞായറാഴ്ച സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെ ഇടവക ദിനം സമുചിതമായി ആചരിച്ചു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിൽ വെച്ച് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി യോഗ സെക്രട്ടറിയും കൈക്കാരനുമായ പോൾ ചാമപ്പറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൈക്കാരന്മാരായ തിമോസ് പാറേക്കാടൻ, ജോമോൻ തട്ടിൽമണ്ടി, സിസ്റ്റർ ധന്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിവാഹ ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതികളെയും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവാഹിതരായ നവദമ്പതികളെയും ആദരിച്ചു. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ആദരണീയനായിട്ടുള്ള നമ്മുടെ വികാരിയച്ഛൻ പെരിയ ബഹുമാനപ്പെട്ട ലാസ്രച്ച, ഇവിടെ ആദരിക്കപ്പെടുന്നവരായിട്ടുള്ള ശ്രീ എ ചാൾസ്, ഏറെ പ്രിയപ്പെട്ട സിസ്റ്റർ മെല്ലോ, മെഡിക്കൽ കോറിൽ ക്യാപ്റ്റൻ, ലഫ്റ്റനന്റ്, മേജർ, കേണൽ, ബ്രിഗേഡിയർ എന്നീ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യ-പാക് വാർ, ഇന്ത്യ-ചൈന വാർ എന്നിവയിലും യുദ്ധമുഖത്ത് ഫീൽഡ് ആശുപത്രികളിൽ സേവനം ചെയ്ത് ഇപ്പോഴും ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. Please put your hands together and please appreciate a token of appreciation from our parish. Thank you. Next, Colonel പോൾ കുറ്റിക്കാടൻ, സേക്രഡ് ഹാർട്ട് യൂണിറ്റ്. 1970 ആർമിയിൽ കമ്മീഷൻ ഓഫീസറായി തുടങ്ങി 27 മദ്രാസ് റെജിമെന്റ് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസറായി, ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെറിമോണിയൽ ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറായി റെഡ് ഫോർട്ടിലും രാഷ്ട്രപതി ഭവനിലും സേവനമനുഷ്ഠിച്ചു. 1971 ഇന്ത്യ-പാക് വാർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടങ്ങി ഒട്ടനവധി സൈനിക ഓപ്പറേഷനുകളിൽ പങ്കെടുത്തു. തൻ്റെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഏകദേശം 45ഓളം ഓഫീസേഴ്സിനും സൈനികർക്കും
അവരുടെ നല്ല സേവനത്തിന് കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ ഇദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർമി ചീഫിന്റെ പക്കൽ നിന്നും അവാർഡുകൾ ലഭിച്ചു. 1997 കാശ്മീരിലെ 110 മദ്രാസ് റെജിമെന്റിന്റെ ടെറിട്ടോറിയൽ ആർമിയുടെ കമാൻഡിംഗ് ഓഫീസറായി വിരമിച്ചു. യെസ്, ഇറ്റ്സ് കേണൽ പോൾ കുറ്റിക്കാടൻ. ഒരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ വികാരി അച്ഛൻ ലാസർ അച്ഛന്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. താങ്ക് യു. The head of a pharma company. Yes, that is our Lieutenant Colonel Dr. Delin Matthew Lanikaran. ചീഫ് എഞ്ചിനീയർ TR ജോണി തെക്കേറ്റര, മേരി റാണി യൂണിറ്റ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BSc എഞ്ചിനീയറിംഗും കൊൽക്കത്തയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കി. കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ സർവീസ് ആരംഭിച്ച് 1988 കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് എഞ്ചിനീയറായി. കേരളത്തിലെ ഏക റോക്ക് ഫിൽ ഡാമായ ആനയിറങ്ങലിന്റെ മുഖ്യ ശില്പി. ഹൈദരാബാദ്, ബോംബെ, ഡൽഹി എന്നീ മെട്രോ സിറ്റികളിലെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അധ്യയന പദ്ധതികളിൽ പങ്കാളിത്തം, റെയിൽവേ സ്ലീപ്പർ ഫാക്ടറി മാനേജർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 34 വർഷത്തെ സുത്യർഹ സേവനത്തിന് ശേഷം KSCBയിലെ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്നു. യെസ്, ചീഫ് എഞ്ചിനീയർ TR ജോണി തെക്കേത്തല. 10 വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷം നമ്മുടെ ഈ ഇടവകയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളോളം പ്രമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. യെസ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ AI ചാൾസ് ആലൂക്കാരൻ. She took voluntary retirement as a school teacher and moved over to start the African Mission. Served in Rwanda. She was awarded the World Peace Mission Award for her selfless humanitarian service in African continent in the field of education and health. Presently leading a retired life at Holy Angels Convent, Karivennur. Yes, Sister Melilo, FCC. നമ്മുടെ ദേവാലയ ശുശ്രൂഷയാണ് ഡിബിൻ. നെക്സ്റ്റ്, Shejin and Romy with 4 kids. Shejin and Romy. Next, Yeshuda, CJ and Soumya with 4 kids. Yeshuda, CJ and Soumya, please. അടുത്തതായിട്ട് നമ്മൾ 50th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫാമിലീസിനെ ആദരിക്കലാണ്. എത്രയും പെട്ടെന്ന് ഡേവിസ് പുളിക്കൻ ആൻഡ് കണ്ടമ്മ ഡേവിസ്, ആ 50th ഉള്ള ആൾക്കാരൊന്നും ലൈനപ്പായി നന്നായിട്ട്. സണ്ണി ആളുകാരൻ ആൻഡ് സിസിലി സണ്ണി,
Dr. K.K. George and Deenamma George. Dr. K.K. George and Deenamma George. Devasigutti PP and Mary Devasigutti. K.K. George. Next to K.K. George. Deenamma George. Devasigutti BP and Mary Devasigutti. Thomas Perliparambil and Lily Thomas. Thomas Perliparambil and Lily Thomas. Joni Alapadan and Annie Joni. Joni Alapadan and Annie Joni. Joni Alapadan and Annie Joni. Next, Lawrence Marka and Lizzie Lawrence. Lawrence Marka and Lizzie Lawrence. അവരില്ലാന്ന് തോന്നുന്നു. Next, Varghese Tekethala and Mercy Varghese. Varghese Tekethala and Mercy Varghese. Matthew Alchangadan and Lucy Matthew. George Chuvukaran and Alice George. Matthew Alchangadan and Lucy George. Lucy Matthew ആണ് വരുന്നത്. George Chuvukaran and Alice George. Newly married couples. Kiran Babu and Anita Abraham. Kiran Babu and Anita Abraham. ചെറുപ്പക്കാരെ വേഗം പാട്ടോ, നിങ്ങളവിടെ ഭക്ഷണം കഴിക്കൊടുത്ത് നിന്നാൽ ശരിയാവില്ല. Sivald Varghese and Grace Maria. Sivald Varghese and Grace Maria. വേഗം വന്നോ. Kevin Biju and Sabida and Annie. Kevin Biju and Sabida and Sivaldo. Yes. Sivaldo vai kar. Kevin Biju, Joseph Jose Paraka and Adria Santosh. ഈ ഫാമിലി ഉണ്ടോ? ജോസഫ് ജോസ് പാറക്ക ആൻഡ് ട്രിയ സന്തോഷ്. അവർ റിച്ചു വർഗീസ് ആൻഡ് ക്രിസ്റ്റീന വി. റിച്ചു വർഗീസ്, ക്രിസ്റ്റീന വേഗം ഓടി വരും.
ജോസ് ജോ പാറക്കേനും ആട്രിയ സന്തോഷിനും അവർക്ക് പനിയാണ്. അപ്പോൾ അവർ പിതാവ് അത് കളക്ട് ചെയ്യാണ്. ഇവരിതിനു വേണ്ടി മേക്കപ്പ് ചെയ്തല്ല കേട്ടോ, എന്നിട്ട് പ്രോഗ്രാമിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അടുത്ത നമ്മൾ സ്പോർട്സ് പോവാണ്. അന്ന ഡേവിസ് കെ, ബാസ്കറ്റ്ബോൾ സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് പ്ലേസ് ഇൻ ബാസ്കറ്റ്ബോൾ ജൂനിയർ അണ്ടർ 17. ആ പ്ലേയേഴ്സ് ഒക്കെ പെട്ടെന്ന് ഓടിക്കോട്ടെ. ജഹോ ഹാൻസ് Karyam Karambil, table tennis state level winner in the table tennis boys under 19. Kenneth Paul Kelvin, table tennis state level first place in the table tennis sub junior boys under 19. Table tennis state gold medalist. Jovanna Janil. Next, Anna Varghese, basketball state level second place in basketball junior girls under 17. Anna Varghese. Tia S. Mundekurian, table tennis. And Tisha S. Mundekurian, table tennis. അവർ കേരള ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആണ്. കറന്റ് കേരള സ്റ്റേറ്റ് ജൂനിയർ അണ്ടർ 17 നമ്പർ 1, യൂത്ത് അണ്ടർ 19 നമ്പർ 2, കേരള സ്റ്റേറ്റ് സീനിയർ ടീം മെമ്പർ ആൻഡ് കേരള സ്റ്റേറ്റ് ജൂനിയർ ആൻഡ് യൂത്ത് ടീം മെമ്പേഴ്സ് ആൻഡ് പെർഫോമൻസ് ഇൻ ദ സ്റ്റേറ്റ് റാങ്കിംഗ് ടൂർണമെന്റ്. അടുത്ത ജോസഫ് വിനീത് മൊയ്ലൻ, ടേബിൾ ടെന്നീസ് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് പ്ലേസ് ഇൻ ടേബിൾ ടെന്നീസ്. ആദിയൻ സിൻഡോ, ഫുട്ബോൾ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ നാഷണൽ ഡെഫ് ജൂനിയർ സബ് ജൂനിയർ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ്. ആദിയൻ സിൻഡോ. സ്നൂജ ജോസഫ്, ടേബിൾ ടെന്നീസ് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് പ്ലേസ് ഇൻ ടേബിൾ ടെന്നീസ് ജൂനിയർ അണ്ടർ 17 കാറ്റഗറി. Blessing Varghese, table tennis under university table tennis team which participated in the South Zone Inter-University Table Tennis Men Tournament. Blessing Varghese? Yeah. Okay, Sean Brito. No, hold on. Okay. Adina Thotan, weightlifting, Kerala state first in weightlifting. Adina. Sean Brito, handball sub-junior boys under 14 state 3rd place. Adina Thotan, under 17 64 category national level 8th place. Francis Sunil, handball sub-junior boys under 14 state 3rd place. Abel Sunil, basketball junior boys under 17 state champion. Francis and Abel. Hannah Mary John, shooting, air rifle, .177 peak side National Shooting Championship 2026. Anna Mary John, Father John Dilno. Jake Ansel John, table tennis, member of Kerala Senior State Table Tennis Team. Jake Ansel John. Emmanuel Tekekara, basketball, under 19 boys, CSIC Junior second place. Emmanuel Tekekara. Mummy വരുന്നുണ്ട് അശ്വിതാലോ. Anna Maria, basketball, under 19 girls, CISC national level participation. Anna Maria. Matthew Dix, table tennis sub junior boys under 14 state champion. Matthew Dix. Sana Teresa Anthony, table tennis first position in state level. Anando John Shandu, football national player. We are moving to arts. John Jackson Kirkepedia, Western Music 3rd place with A grade in CBSE State Kalautsam in the Western Music Concert. John Jackson Kirkepedia. Helen Mary Sunil, still model Kerala School Sahitya Shastrotsavam 25-26. Ella Mary Sunil. Where would you want? Romy J. Taliyat,
Wind Western first prize, KUHS State Level Arts Fest. Romy Jetalier. Andrea Siju, Group Song, Kerala State Kalotsav, 2026. Sangaganam, A grade at the state level. Andrea, നമ്മുടെ ട്രയൽ സോങ് പടികുട്ടിയാണ് കേട്ടോ. ആ കാണികൾക്കൊന്ന് കൈയടിക്കട്ടെ, അത് നിങ്ങൾ വയ്യാണ്. ഓക്കെ. അൽമ ആന്റണി, ഗ്രൂപ്പ് സോങ്, ഇംഗ്ലീഷ് A+ grade at a regional level. Alma Anthony. അപ്പോൾ ഈ സെറ്റ് ഓഫ് പ്രൈസസ് കഴിഞ്ഞു. ഇനി പ്രൈസ് മേടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ഫസ്റ്റ് പ്ലേസ് ഗാന്ധിഗ്രാം സോൺ, ഡോക്ടർ സുനിൽ, ലിൻസൺ മാളിയേക്കൽ, വിൻസൻ കോമ്പാറക്കാരൻ, സാജോ ജോണി ആൻഡ് ജോബി വളാനിക്കാരൻ. ഒരു മിനിറ്റ്, 3 പേരുള്ള ഡോക്ടർ. സെക്കൻഡ് പ്ലേസ് സെന്റ് ജോസഫ് സോൺ, രഞ്ജി അക്കരക്കാരൻ, ഫ്രാൻസിസ് കുറ്റിപ്പുഴക്കാരൻ, ആൽവിൻ ആന്റണി പള്ളൻ, ലാലു കോട്ടൂരാൻ, ജോൺസൺ. വരാത്തവർക്ക് നിങ്ങൾ പൈസ മേടിച്ച് പോകോട്ടാം. Third place, Christ Zone. Second year, St. Joseph Zone, Denjakaran, Francis Kutipurakaran, Alvin Anthony Mullen, Lalu Koturan, Johnson Arkapavi. Third place, Christ Zone, Roshan Jose, Sunil Andapan, Siju Putlamidil, Justin Vincent, Einstein Anson. ട്രോഫിയാണ് ഇത് കഴിഞ്ഞ അവിടെ തിരിച്ചു വെപ്പിക്കുന്നുണ്ടാവും. എല്ലാവരും കൈയടിച്ചു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. Solid rock, you place my feet. Ain't you your God on my shit? Yahweh, you're my prince of peace. Lord, you've been so good to me.
ഈ അസ്ഥികളെല്ലാം നിങ്ങൾ എടുക്കുവിൻ. ഇത് കാട്ടിലെ ചെന്നായ്ക്കൾക്ക് തിന്നാനുള്ളതല്ല. ജാതിയുടെയും മതത്തിന്റെയും കുലത്തിന്റെയും പേരുയർത്തിപ്പിടിച്ച് മനുഷ്യമാംസത്തിന് വിലയിടുന്ന ഒരു ജനതയുടെ കൊടും ക്രൂരതയ്ക്ക് മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തിനും അറിഞ്ഞ സത്യത്തിന്റെ കെട്ടുറപ്പിനും വേണ്ടി തല ഉയർത്തി നെഞ്ചിലിരിച്ചിരുന്നൊരു പോരാളിയുടെ ചേതനയറ്റ ശരീരമാണ് ഇവിടെ ചിതറിക്കിടക്കുന്നത്. മനസാക്ഷി തൊട്ടു തീങ്ങാത്ത ദ്രോഹികൾ ആ പാവം മനുഷ്യനെ കൊന്നുകാതിരിക്കുന്നു. കൂട്ടരെ, ചോരവാണുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥികൾ കൈകളിലെടുക്കുന്ന നിങ്ങൾ പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഒരിക്കൽ ഈ രാജ്യം തന്നെ ഈ രക്തസാക്ഷിയുടെ പേരിൽ അറിയപ്പെടും. നമുക്കിത് കൊണ്ടുപോയി ദേവാലയത്തിൽ അടക്കം ചെയ്യണം. ഒരിക്കൽ അനേകം വിശുദ്ധർക്കിടയിൽ വാടാത്തൊരു പൂവ് കൂടെ ഇന്ന് വിരിഞ്ഞിരിക്കുന്നു. ഇല്ല, ദേവസഹായം ഇല്ല.
മാളുട്ടി. അയ്യോ, ഇതാരാ? തമ്പ്രാൻ കുഞ്ഞു. തമ്പ്രാൻ കുഞ്ഞെന്നാ ഇവിടെ? അല്ല, പതിവില്ലാതെ അച്ഛന്റെ മുഖത്ത് എന്താ ഒരു വാട്ടം? ഇല്ല തമ്പ്രാൻ കുഞ്ഞ്. ഈ തമ്പ്രാങ്കുഞ്ഞെന്ന് വിളിക്കല്ലേ അച്ഛ. എന്നെ നീലകണ്ഠനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. ഞങ്ങളൊക്കെ പാവങ്ങളാ കുഞ്ഞ്. നീചജാതിയിൽപ്പെട്ടവൻ. കുഞ്ഞ് ഒരു ഉയർന്ന കുലത്തിൽപ്പെട്ടവനാ. ഞങ്ങളുടെ കുടിയിൽ വന്ന് കുഞ്ഞ് അശുദ്ധനാകണ്ട. ജാതിക്കും മതത്തിനപ്പുറം നമ്മളെല്ലാം മനുഷ്യരല്ല അച്ഛ. അല്ല, നമ്മുടെ മാളൂട്ടി എന്തിയേ? ആ, അത് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മാളൂട്ടി എന്തേ ഉണ്ടാക്കുന്നേ? നാളെ എന്റെ പിറന്നാളാ. ഞാൻ രാജാവിന് കൊടുക്കാൻ ഒരു സമ്മാനം ഉണ്ടാക്കാം. എന്ത് സമ്മാനം? കിരീടം. രാജാവിന് തലയിൽ വെക്കാനുള്ള കിരീടം. അയ്യേ, മാളൂട്ടിയുടെ ഈ ഉണക്കല കൊണ്ടുള്ള കിരീടാണോ മാർത്താണ്ഡവർമ്മ രാജാവ് വെക്കുക? അതിന് നീലകണ്ഠനാ എന്റെ രാജാവ്. വാ, നമുക്ക് കളിക്കാം. അച്ഛൻ എന്തിനാ കരയണേ? നമ്മളുടെ കളിയൊക്കെ കണ്ട് അച്ഛനെ കണ്ണു നിറഞ്ഞു പോയതാ. തമ്പ്ര, നാളെ തമ്പ്രാന്റെ കൂടെ കളിക്കാൻ മാളുട്ടി ഉണ്ടാവില്ലാട്ടോ. മാളുട്ടി നാളെ അച്ഛന്റെ കൂടെ ചാത്തൻ നമ്പൂതിരിയുടെ മനയില് ഒരു പൂജയ്ക്ക് പോവാ. മാളൂട്ടി പൂജയ്ക്ക് പോവാ? അതിന് മാളൂട്ടിക്ക് പൂജാകർമ്മങ്ങളെ പറ്റി വല്ല നിശ്ചയമുണ്ടോ? അറിയാം, മാളുട്ടിക്ക് അറിയാം. നാളത്തെ പൂജ കഴിയുന്നോടെ മാളുട്ടിയുടെ വേഷങ്ങളൊക്കെ മാറും. മാളുട്ടിയുടെ ദീനം മാറും. മാളുട്ടിക്ക് കലകിൽ പോകാൻ പറ്റും. മാളുട്ടിക്ക് കുറെ കൂട്ടുകാരെ കിട്ടും. പിന്നെ മാളുട്ടിയുടെ അമ്മയുടെ ദീനം മാറും. ചേച്ചിമാരുടെ വേളി നടക്കും. പാട്ടത്തിനടുത്ത പാടത്തൊക്കെ 100 മേലി നിറവുണ്ടാകും. തൊഴുത്തിലെ കണ്ണുകളൊക്കെ പെരുകും. ദുശകരങ്ങളൊക്കെ മാറും. അപ്പോ നാളത്തെ പൂജ കഴിയുന്നോടെ ദേവി പ്രസാദിക്കും. അതെ, അതെ, അടുത്ത പൂജ കഴിയുന്നതോടെ ദേവി പ്രസാദിക്കും. ദേവി പ്രസാദിക്കും.
കിളിയമ്പാട് കാണിച്ചു കാണി.
Ukati patira, rommeti katira, dandeti kotara. Ukati patira, rommeti katira, dandeti kotara. നിഷ്കളങ്ക രക്തം കുടിച്ചുകൊണ്ടാണോ നിങ്ങൾ സംതൃപ്തരാകുന്നത്? മാളുട്ടി മനുഷ്യ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന രാക്ഷസനാണോ ദൈവം? വട്ടുവീണമർന്നു സിംഹത്തഞ്ചം പിടിച്ച് തിരിഞ്ഞ് സിംഹത്തഞ്ചം പിടിച്ച് കേറി സിംഹത്തഞ്ചം പിടിച്ച് തിരിഞ്ഞമർന്നു വലതിൽ പന്തിയിട്ടിരുന്നു മുട്ടുതൊട്ട് മൊയ്പു തൊട്ട് കൈ നേരെ കുപ്പിത്തൊഴുത് തൊട്ട് വന്നിച്ച് പതിഞ്ഞമർന്നു നിവർന്ന് അമർന്നു. ഇനിയൊരു മത്സര പയറ്റാണ് നീലകണ്ഠൻ രാമന്. ക്ഷത്രിയ രക്തത്തെ അടിച്ചിടാൻ മാത്രം വളർന്നു നീ രാമയ്യൻ. തോറ്റാൽ
തോൽവി സമ്മതിച്ച് തെറ്റുതിരുത്തി മുന്നേറുന്നവനാണ് യഥാർത്ഥ വിദ്യാർത്ഥി, അല്ലാതെ സമർത്ഥരെ കുറ്റം പറയുന്നവനല്ല. അച്ഛനെയും കൂട്ടി വരുമായിരിക്കും. അംഗത്തിൽ തോറ്റതിന് ആശാനെ ശകാരിക്കാൻ ഇപ്പോ അതാണല്ലോ പതിവ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ശിശുവിൽ ആർക്കും കൊടുക്കാതെ ബാക്കി വെച്ച പല അടവുകളും ഞാൻ നിന്നെ പഠിപ്പിച്ചു. ക്ഷത്രിയ രക്തമല്ലേ, രാജകുടുംബമല്ലേ, എന്നിട്ടും നീ തോറ്റു. രാമയ്യ, വേണ്ട, പിള്ളയുടെ ഒരു സഹായവും ഈ രാമയിൽ വേണ്ട. നീയും കാണും. എങ്കിലും വെച്ച് എന്റെ കയ്യിൽ നിനക്കുള്ള ആശംസയായിരിക്കില്ല, എന്റെ മരണവിധിയായിരിക്കും. എനിക്ക് ക്ഷത്രിയനേക്കാൾ പ്രിയങ്കരനല്ല ഒരു പിള്ളയും. ക്ഷത്രിയനല്ലാത്തവരെ ഞാൻ അടവുകൾ പഠിപ്പിക്കാറുമില്ല. പക്ഷെ പിള്ളേ തന്നെ ഒരു വലിയ നിയോഗം കാത്തിരിക്കുന്നതായി എന്റെ മനസ്സ് പറയും. നീ ഒരു ധീര പടയാളിയാണ്. ലോകം മുഴുവൻ കീഴടക്കാനിരിക്കുന്ന ഒരു മഹാരാജാവിന്റെ ധീര പടയാളി. പെരുമയുള്ളവനാണ്. തോൽക്കും. ജയിക്കാൻ ജനിച്ചവരെ തിരിച്ചറിയാൻ പ്രയാസമില്ല. നന്നായി തമ്പ്രാനെ വിളിക്കടാ. ആരാ ഈ വിളിച്ച കൂവുന്നേ? നമ്മുടെ പള്ളിയുറക്കത്തിന്റെ നേരാന്ന് അറിഞ്ഞൂടെ? തമ്പ്ര, അടിയൻ വേലാണ്ടിയ, കിഴക്കേ പാടത്ത് കതിരുകാരൻ. അങ്ങോട്ട് മാറി നിൽക്കാം. തന്റെ നിഴല് പോലും ഇവിടെ വീണേക്കരുത്. വീട് അശുദ്ധാവും. ആ ശ്രീകരങ്ങള്. തമ്പ്ര, പെരുമഴ പെയ്തു. ഈ ആണ്ടത്ത് കൃഷി നശിച്ചു. അതുകൊണ്ട് പാട്ടം തരാനുള്ള പണം ഇല്ല അല്ലേ? വീട്ടില് കെട്ടുപ്രായമായ 2 പെൺകിടാങ്ങളാ. മഴ തുടങ്ങ, പിന്നെ പട്ടിണിയാ കുടില്. തമ്പ്രാൻ കനിയണം. ആര് പറഞ്ഞു തന്റെ പെണ്ണിനോട് 2 പെൺകിടാങ്ങളെ പ്രസവിക്കാൻ? തള്ളേനെയും മക്കളെയും ഓർത്ത് പൊറുക്കലിയാണത്. കരാറുണ്ടോ? പാട്ടം മുഴുവനായി തന്നോളാ. ഇല്ലേച്ചാ ആനന്ദൻ നായക്കളെ കൊന്നു ഈ നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ടി വരും. ചുട്ടുകരിക്ക് ഞാൻ. ഇറങ്ങിക്കോ. മേലാൽ ഇമാതിരി ആവശ്യം പറഞ്ഞ് ഈ പടി ചവിട്ടി പോയേക്കരുത്. സാവിത്രിയെ, നീച ജന്മങ്ങള്. പാട്ടം വെട്ടിക്കുറയ്ക്കണം പോലും. എന്നെ സാവിത്രിയെ, നോം പറയുന്നത് വല്ലതും നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരോട് പറയാ? ആര് കേൾക്കാൻ? ഒരാള് കണ്ണാടിയില്, മറ്റൊരാൾ അങ്ങാടിയിൽ. സാവിത്രി, എല്ലാം കേൾക്കുന്നുണ്ടേ. കോവിലകത്തെ നെല്ലറകളും പണ്ടാരമന സമ്പാദ്യവും ഇത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടത് അങ്ങയുടെ കുശാഗ്രബുദ്ധി കൊണ്ടല്ലേ? ഏതു വലിയ പ്രതിസന്ധിയിലും അങ്ങെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും പിഴച്ചിട്ടില്ല. ഈ സാവിത്രിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. അങ്ങയെപ്പോലെ ധർമ്മിഷ്ഠനും സമർത്ഥനുമായ ഭർത്താവിനെ ലഭിച്ചതാണ് എൻ്റെ പുണ്യം. നീ എന്നെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ടല്ലോ സാവിത്രി. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാകാതിരിക്കില്ല. പറഞ്ഞോടാ. എത്ര മറച്ചു വെച്ചാലും അങ്ങയുടെ കണ്ണിൽ നിന്ന് ഒന്നും ഒളിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, അങ്ങ് കോവിലകത്തെ കാര്യങ്ങളും അന്യരുടെ കാര്യങ്ങളും എത്ര ഭംഗിയായി നടത്തുന്നു. പക്ഷേ നമ്മുടെ മകന്റെ കാര്യം. രാമയ്യൻ അവൻ എൻ്റെ മകനല്ലേ സാവിത്രി? ഒരു ഉദ്യോഗമില്ലാതെ അവൻ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങ. കൊട്ടാരത്തിൽ ഒരു കാര്യവിചാരകന്റെ ജോലി ഒഴിവുണ്ട്.
രാജ്യസഭയിലുള്ള എൻ്റെ സ്വാധീനം വെച്ച് കൊട്ടാരം കാര്യവിചാരകന്റെ ജോലി നമ്മുടെ മകന് നേടിക്കൊടുക്കണമെന്ന എൻ്റെ ആഗ്രഹം. പക്ഷേ സമർത്ഥനല്ലേ ആ സ്ഥാനത്തേക്ക് വരേണ്ടത്? രാമയ്യന്റെ കൂടെ പിടിക്കുന്ന നീലകണ്ഠനെ പരിഗണിക്കുമ്പോൾ നീലകണ്ഠൻ രാമയ്യനേക്കാൾ അല്ല, നീലകണ്ഠൻ രാമയ്യനേക്കാൾ സമർത്ഥനല്ല. അങ്ങേക്കിപ്പോഴും എന്നേക്കാൾ വലുതാ നീലകണ്ഠനാണല്ലേ. മാർത്താണ്ഡവർമ്മ തിരുമനസിന്റെ കൊട്ടാരത്തിലെ കാര്യവിചാരകൻ സ്ഥാനം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന് സതിയുടെ വഴി സ്വീകരിക്കേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. എന്ത്? നീലകണ്ഠനെ ചതിക്കാൻ? അവൻ നിന്റെ കൂട്ടുകാരനല്ലേ രാമയ്യ? അരുത്, ആ പാപം നീ ചെയ്യരുത്. അധികാരത്തിലേക്കുള്ള വഴിയിൽ സൗഹൃദത്തിന് സ്ഥാനമില്ല വിലാശ്രീ. വിചാരകന്റെ സ്ഥാനം എനിക്ക് വേണം. ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതിനിടയിൽ തടസ്സമായി നിൽക്കുന്ന നീലകണ്ഠനെ ഇല്ലാതാക്കേണ്ടി വന്നാൽ അവന്റെ ജീവൻ എടുക്കാൻ പോലും ഈ രാമയ്യൻ മടിക്കില്ല. മോനെ, എന്താ കാര്യം പറയുക? ഒന്ന് മുഖം കാണിക്കണം, ഒരു സങ്കടം പറയാനുണ്ട്. സങ്കടങ്ങളും പരാതികളും ആദ്യം എന്നോട് പറയുക. ആദ്യം ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ തമ്പുരാനോട് ഞാൻ പറഞ്ഞോളാം. പറയൂ, എന്താണ് സങ്കടം? അത് പിന്നെ ഓഹോ, അതാണോ സങ്കടം? അതല്ല. എങ്കിൽ സമയം കളയാതെ പറയൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ ആണ്ടത്തെ കൃഷി നശിച്ചു, അതുകൊണ്ട് പാട്ടം തരാനുള്ള പണം ഇല്ല അല്ലേ? കൃഷി നശിച്ചില്ലെങ്കിൽ പാട്ടം തന്നാൽ മതി എന്നായിരുന്നില്ലല്ലോ കരാർ? അല്ല, എന്നാലും കൃഷി ഇറക്കേണ്ടതും വിളവെടുക്കേണ്ടതും നിങ്ങളാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതെ എല്ലാം കൃത്യമായിട്ട് ചെയ്തു. പക്ഷെങ്കിൽ കാലാവസ്ഥ ചതിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത ആണ്ടുകൂടി പാട്ടത്തിന് തന്നാൽ ഈ കടം ഞങ്ങൾ വീട്ടിക്കോളാം. അടുത്ത ആണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വന്നാലോ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് പാട്ടം അടച്ചു തീർക്കുക. എങ്ങനെയെങ്കിലും. അന്ന് വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. എന്റെ തമ്പ്രാന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ വിചാരിക്കില്ല. നിങ്ങൾക്ക് പോകാൻ വരട്ടെ. തമ്പ്രാൻ ഞങ്ങളെ സഹായിക്കണം. കൃഷി മോശമായി. ഒരു തവണ കൂടി പാടം വിട്ടു തന്നാൽ ഞങ്ങൾ എങ്ങനെയും പാട്ടം കൃത്യമായി തന്നോളാം. തലമുറകളായി ഞങ്ങൾ കൃഷി ചെയ്ത പാടം വേറെ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുത്ത സങ്കടമുണ്ട്. ആ പാടം അടുത്ത വർഷവും നിങ്ങൾക്ക് തന്നെ പാട്ടത്തിന് തരുന്നു. എന്താ ഈ പറയണേ? ഇവരുടെ സങ്കടങ്ങളെല്ലാം ഞാൻ കേട്ടു. ഈ പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മുടെ മണ്ണിൽ പുണ്യം വിളയിക്കേണ്ടത് അവരാണ്. അവരില്ലാതെ ഈ നാടിന് ജീവനില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ തീരുമാനം. അച്ഛാ, എല്ലാം ഞാൻ കേട്ടു. അന്നം തരുന്നവനെ പിണക്കരുതച്ച്. എനിക്ക് പ്രായമായി. ഇനി കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കുക. നീ അറിവുള്ളവനാണ്. നിന്റെ തീരുമാനങ്ങളൊന്നും തെറ്റാവില്ലെന്ന് ഈ അച്ഛന് ഉറപ്പുണ്ടാകും. സന്തോഷമായല്ലോ. ചെന്ന് അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടും. ഞങ്ങൾ കൊണ്ടുവന്ന ഈ കാണിക്കനെല്ല് സ്വീകരിച്ചാലും ഒന്നും വേണ്ട. കൂരയിൽ നെല്ല് തീരെയില്ലെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പത്തായങ്ങൾ എന്നും നിറഞ്ഞിരിക്കുന്നു. എന്നാലും ശരി, ആ ചാക്കഴിക്കും. ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പിടി നെല്ല്. ഞാനിതെടുക്കുന്നു. പാവങ്ങളോട് കരുണ കാണിക്കുന്ന അങ്ങ് വലിയവനാണ്, ദീനദയാലുവാണ്. ദൈവതുണ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഇറങ്ങുന്നു തമ്പുരാക്കന്മാരെ.
തിരുവിതാംകൂറിന്റെ വിസ്തൃതയും ഉത്തരവാദിത്തങ്ങളും ഏറിവരികയാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ സമർത്ഥനായ ഒരു പുതിയ കാര്യവിചാരകനെ നമുക്ക് ആവശ്യമുണ്ട്. പ്രഭു, കാര്യവിചാരകന്റെ സ്ഥാനത്തിന് യോഗ്യനായ ഒരുവനുണ്ട്. പത്മനാഭപുരത്തിനടുത്തുള്ള നട്ടാലം ഗ്രാമത്തിൽ മരുതുകുളങ്ങര വാസുദേവന്റെ മകൻ നീലകണ്ഠൻ. സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷകളിൽ അതീവ പാണ്ഡിത്യം. തർക്കത്തിലും വേദത്തിലും വ്യാകരണത്തിലും വിദഗ്ധൻ. ആയോധന വിദ്യയിൽ ബഹുകേമൻ. ശരിയാ തിരുമേനി, നോം കേട്ടിരിക്കണോ ആ വിദ്വാനെ കുറിച്ച്? നീലകണ്ഠന്റെ അമ്മ ദേവകിയുടെ മേപ്പാട് തറവാടുമായി എനിക്കും അടുത്ത ബന്ധമുണ്ടേ. അവിടെ നിന്നാണ് നോം വേണ്ടി കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിദ്വാനെ നോം നേടി കണ്ടിട്ടില്ല. എന്തിനാണ് നോം ഇത്രയും പറഞ്ഞു കൂട്ടുന്നത്? ആ വിദ്വാനെ നല്ല രീതിയിൽ അറിയുന്ന ആളല്ലേ ഈ നിൽക്കുന്നത്? ആര്? ഈ അനന്തതമ്പുരാനോ? അല്ല, രാമയ്യൻ. അവരൊരുമിച്ചായിരുന്നു കളരിയിൽ. ഓ, എങ്കിൽ രാമയ്യൻ പറയും തന്റെ സഹപാഠിയെ നീലകണ്ഠൻ കാര്യവിചാരകൻ പദവിക്ക് അനുയോജ്യനാണ്. ക്ഷമിക്കണം മഹാരാജാവ്, നീലകണ്ഠൻ അറിവുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ പുറമേ കാണുന്നത്ര ധർമ്മിഷ്ഠനല്ല അവൻ. കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ ചോർത്തുവാനും അവിശ്വസ്തത കാണിക്കുവാനും അവൻ മടിക്കില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ അത്ര ശുദ്ധിയുള്ളവനല്ല നീലകണ്ഠൻ. ഒരഞ്ചിട്ട് കോവിലത് കണ്ടപുര സ്ത്രീകളുമായി അവൻ ആരോഗ്യകരമില്ലാത്ത ചില ബന്ധങ്ങളുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കള്ളം, പച്ചക്കള്ളം. മനസ്സിലെ സഹപാഠിയെ കുറ്റം പറയുന്നതിനൊന്നും തോന്നുന്നു. ഈ രാമയ്യന്റെ രാജ്യത്തേക്കാൾ വലുതല്ല ഒരു സൗഹൃദം. ശുദ്ധ അസംബന്ധം. കളരിയിൽ വെച്ച് നീലകണ്ഠനോട് ഏറ്റുമുട്ടി തോറ്റതിന്റെ മുറിവും പകയും ഇപ്പോഴും ഇവന്റെ മനസ്സിലുണ്ട്. രമയ്യ, പക പോക്കാനല്ലേ നീലകണ്ഠനെ കുറിച്ച് അപവാദങ്ങൾ വിളിച്ചു പറയുന്നത്? വ്യക്തിപരമായ വിദ്വേഷങ്ങൾ എന്തു തന്നെ ആയാലും എൻ്റെ മകൻ രാമയ്യൻ ഒട്ടും മോശക്കാരനല്ല. അസാധ്യ ബുദ്ധിശക്തിയുള്ളവനാണവൻ. കൊട്ടാരത്തിൽ ഉചിതമായൊരു സ്ഥാനം നൽകി അവനെ അനുഗ്രഹിക്കണം പ്രഭു. നമ്മൾ എല്ലാം കേട്ടു. നാം നമ്മുടെ ഉപദേശക സംഘത്തെ വിശ്വാസത്തിലെടുക്കുന്നു. ഒരു കാര്യവിചാരകൻ വേണ്ടത് ബുദ്ധി മാത്രമല്ല, വിശ്വസ്തതയും തറപുറലാത്ത സ്വഭാവവുമാണ്. അതുകൊണ്ട് 20-ാം കൊട്ടാരത്തിലെ പുതിയ കാര്യവിചാരകനായി മരുതുകുളങ്ങര വാസുദേവൻ മകൻ നീലകണ്ഠനെ നാം നിയമിക്കുന്നു. രാമയ്യന്റെ കാര്യപ്രാപ്തിയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. രാജാവിന്റെ കൽപ്പനകളും ദൂതും സ്വദേശത്തും വിദേശത്തും എത്തിക്കാനുള്ള തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഔദ്യോഗിക രാജദൂതനായി നോം രാമയ്യനെ നിയമിക്കുന്നു. പക്ഷെ ഒന്നോർക്കണം, രാജദൂതനേക്കാൾ വളരെ മുകളിലായിരിക്കും കൊട്ടാരം കാര്യവിചാരകനായ നീലകണ്ഠന്റെ സ്ഥാനം. കാര്യവിചാരകന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം രാമയ്യൻ പ്രവർത്തിക്കാൻ.
രാത്രിയിൽ കഴുകി തുടച്ച മോക്ഷം ലഭിക്കുമെന്ന പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചെയ്യും. അത്രയുള്ളൂ തിരുമേനി. ഓരോരോ അന്ധവിശ്വാസങ്ങള്. ഭാർഗവി എഴുന്നേൽക്കാൻ. എന്റെ കാൽ കീഴിലല്ല നിന്റെ സ്ഥാനം. ദേ എന്റെ ഒപ്പം തന്നെ എത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി അങ്ങ് വലിയ അറിവുള്ളവനാണ്. എന്റെ ഭാഗ്യമാണ്. മരണം വരെയും അങ്ങ് പറയുന്നത് എന്തുമനുസരിച്ച് ഞാനൊരു അടിമയെ പോലെ കഴിഞ്ഞോളാം. അടിമയെ പോലെയോ? ഭാര്യ ഭർത്താവിന്റെ അടിമയല്ല, അവന്റെ ഹൃദയമാണ്. ആ ഹൃദയം ചലിച്ചാൽ മാത്രമേ നെഞ്ചെടുപ്പുള്ള പുരുഷനായി എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റൂ. എൻ മനം കവർന്ന എന്റെ ഹൃദയമേ, അടുത്തു വന്നാലും എന്റെ കൈത്തണ്ടയിൽ തലചാച്ച് നീ സുഖമായി ഉറങ്ങിയാലും. ഇല്ല അമ്മേ, പറഞ്ഞോളൂ. ഓ, ദാ വരുന്നു. ഭാർഗവി ഉറങ്ങിക്കോളൂ. ഈ വിളക്കിലെ എണ്ണ തീർന്നാലും അങ്ങ് വരാതെ ഞാൻ ഉറങ്ങില്ലേ. ആഗസ്റ്റ് മാസം 10-ാം തീയതി കുളച്ചിൽ കടപ്പുറം ഒരു വലിയ ചരിത്ര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സായിപ്പേ, രാജ്യത്തിന്റെ പുതിയ സൈനിക പരിശീലകന് ഈ കൊട്ടാരംകാരി വിചാരകന്റെ വന്ദനം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ദിവസങ്ങൾ കുറച്ചായി. കൊട്ടാരത്തിൽ പിടിപ്പത് പണിയുണ്ട് സായിപ്പേ. പോരാത്തതിന് മഴയത്ത് കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുക. പഴയ കൊട്ടാരമല്ലേ, പുതിയതൊന്നും പണിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരവാദിത്തത്തോടെ ജോലികൾ ചെയ്യുമ്പോഴും ധൂമഹേതുക്കളെ പോലെ രാജാവിന് ചുറ്റും കള്ളക്കഥകളുമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉപജാപക വൃന്ദം. പിന്നെ സ്വന്തം തറവാട്ടിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ. തിരക്കുകൾ കൂടാൻ മറ്റു കാരണങ്ങൾ ഏറെ വേണോ? വിശ്വസ്തയോടെ രാജസേവനം ചെയ്യുന്നവർക്ക് ജോലി ഒരു ഭാരമില്ലടോ. പക്ഷേ തൻ്റെ പ്രോബ്ലം അതല്ല പിള്ളേ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിള്ള ഓടി നടന്ന് ചെയ്യുമ്പോഴും പിള്ളേൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നേരുന്നുണ്ടല്ലേ? ഐ ആം റൈറ്റ്? സായിപ്പേ, എനിക്ക് താങ്കളോട് അസൂയയാണ്. ഈ അന്യനാട്ടിൽ തികച്ചും അപരിചിതമായ സംസ്കാരത്തിൽ എത്ര സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് താങ്കൾ ജീവിക്കുന്നത്. മൈ സാറ്റിസ്ഫാക്ഷൻ അതൊരിക്കലും എന്റെ പുറത്തല്ലടോ. ചുറ്റുള്ളവരിലും മാത്രം സന്തോഷം കണ്ടെത്തിയാൽ ജീവിതം കയ്പായി മാറാൻ അധികം ടൈം വരില്ല. സമയം വരില്ല. എന്റെ പിന്നെ ഞാൻ അനുഭവിക്കുന്നത് സന്തോഷമല്ലതോ, ആനന്ദമാണ്. എന്റെ ആനന്ദത്തിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവമാണ്. മൈ ഗോഡ്, അത് എന്റെ നാഥനും എന്റെ രക്ഷകനുമായ എന്റെ യേശുക്രിസ്തുവാണ്. മൈ ലോർഡ്. ദൈവം, ആ ദൈവം മനുഷ്യരക്തം കുടിച്ച് ജീവിക്കുന്ന ആ രാക്ഷസനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ എനിക്ക് എളുപ്പമാണ്. നോ, അരുത് പിള്ളേ, അങ്ങനെ പറയരുത്. വേണ്ട വേണ്ട സാഹിബ്, ദൈവപ്രീതിക്കെന്നും പറഞ്ഞ് 6 വയസ്സുള്ള കുഞ്ഞിനെ എന്റെ മാളത്തിനെ കുരുതി കൊടുത്തന്ന് ആ നശിച്ച ദിവസം അടച്ചതാണ് എന്റെ ഹൃദയത്തിന്റെ വാതിൽ. ഈ ദൈവത്തിന്റെ മുമ്പിൽ വേണ്ട സായിപ്പേ, വേണ്ട. എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത്. അറിയാം പിള്ളേ, ഈ നാട്ടിലെ അന്ധവിശ്വാസങ്ങളെ പറ്റി പിന്നെ പിള്ളയ്ക്കുണ്ടായ ദുരനുഭവങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ഒരു ദൈവത്തെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? എന്താ, മനുഷ്യന് വേണ്ടി സ്വയം ബലി നൽകിയ ദൈവമോ? യെസ്, അതേ പിള്ളേ.
അക്ബറിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയവൻ, രക്തം കുടിക്കാനല്ല രക്തം ചിന്താൻ പഠിപ്പിച്ചവൻ. പിള്ള ജീനിയസ് അല്ലേ? ഈ വേദപുസ്തകമൊന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഇതിൽ ആ ദൈവത്തെ പറ്റി എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത്രയധികം സ്നേഹമുള്ളൊരു ദൈവം ഉണ്ടായിട്ടും എന്റെ ഈ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടാത്തത്? സങ്കടപ്പെടാതെ ശാന്തമായി ഈ വേദപുസ്തകമൊന്ന് വായിച്ചു നോക്ക്. ഇതിൽ ആ ദൈവത്തെ പറ്റി എല്ലാം എഴുതിയിട്ടുണ്ട്. സായിപ്പേ, വിരോധമില്ലെങ്കിൽ താങ്കൾക്ക് മഹാരാജാവ് കൽപ്പിച്ചു നൽകിയ ഈ ദേവാലയത്തിൽ അല്പസമയം ഞാനൊന്നിരുന്ന് ഇത് വായിച്ചോട്ടു. അതിന് പിള്ളയ്ക്ക് അനുവാദം വേണോ? പോയിക്കൊള്ളൂ. യെസ്, യു ക്യാൻ. പേടിക്കണ്ട, താൻ കയറിയത് കൊണ്ടൊന്നും ഇവിടെ അശുദ്ധമാകില്ല. വരൂ, കമാൺ. എന്തോ ഈ മനുഷ്യൻ സാധാരണക്കാരനല്ല. ഞാൻ ഈ മണ്ണിൽ വന്നതാൻ മുതൽ ദേവസന്നിധിയിൽ പ്രേയർ ചെയ്യുമ്പോഴെല്ലാം ഇയാളുടെ ഫേസ് തെളിഞ്ഞു വരുന്നു. ദൈവത്തിന് എന്തോ ഒരു വലിയ പ്ലാൻ ഇയാളെ കുറിച്ചുള്ളത് പോലെ. ഓ, രാമയണോ? എന്താ അൺഎക്സ്പെക്റ്റഡ് ആയ വിസിറ്റ്? പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ലെങ്കിലും തന്റെ പ്രതീക്ഷകൾക്കും കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്തായി ഈ രാമയ്യൻ. ഡെഫിനറ്റ്ലി, തീർച്ചയായും താങ്കൾ സമർത്ഥനാണ്. തങ്ങളുടെ കണ്ണുകളിലുള്ള ഡിറ്റർമിനേഷനും ധൈര്യവുമെല്ലാം ആരെയും വശീകരിക്കുന്നതാണ്. കേട്ടില്ലേ? സായിപ്പ് സുഖിപ്പിക്കുക. ബോധിച്ചിരിക്കുന്നു, നന്നായി ബോധിച്ചിരിക്കുന്നു. ആ പുഞ്ചിരി കാട്ടിയും മാന്യത ചമഞ്ഞു കുറച്ചു പേരെയൊന്നുമല്ല ഈ തിരുവിതാംകൂറിൽ വശത്താക്കി വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവും ആ നെറികെട്ട നീലകണ്ഠനും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ രാമയ്യൻ തനിക്ക് കൊട്ടാൻ പറ്റിയ ഇരയല്ലടോ. പുഞ്ചിരിക്കുന്നതും മാന്യമായി ബിഹേവ് ചെയ്യുന്നതും അത്ര മോശമായ കാര്യമാണോ? എല്ലാവരോടും ഞാൻ മാന്യമായി മാത്രമേ ബിഹേവ് ചെയ്യാറുള്ളൂ. ഐ മീൻ പെരുമാറിയിട്ടുള്ളൂ. അതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതെല്ലാം പോട്ടെ. രാമയ്യൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ഹെൽപ്പ് വല്ലതും, ഐ മീൻ സഹായം. സഹായം? അപ്പോൾ തിരുവിതാംകൂറിൽ ഈ രാമയ്യനെ സഹായിക്കാൻ മാത്രം സായിപ്പ് വളർന്നുവല്ലേ? രാമയ്യൻ വന്ന കാര്യം പറയൂ. പ്രത്യേകിച്ചൊരു കാരണവുമില്ല സായിപ്പ്, വെറുതെ വന്നതാണ്. ചുമ്മാ. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ എന്റെ പൊന്നു സാഹിബേ? താനിവിടെ നടത്തുന്നത് സൈനിക പരിശീലനമാണോ അതോ വേദപ്രചരണമാണോ എന്നറിയാൻ വന്നതാണ്. ഓഹോ, അത്രയുള്ളൂ. സിമ്പിൾ. ഡിൽനോയുടെ സൈനിക പരിശീലനത്തെ പറ്റി ഇതുവരെ ആരും ബാഡായി പറഞ്ഞിട്ടില്ല. പിന്നെ വേദപ്രചാരണത്തിന്റെ കാര്യം, എൻ്റെ വിശ്വാസങ്ങളും ബോധ്യങ്ങളും എൻ്റെ ഫ്രണ്ട്സിന് ആശ്വാസവും ഹാപ്പിനെസ്സും പകർന്നു അത് പങ്കുവെക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ തിരുവിതാംകൂറിന്റെ തെറ്റും ശരിയും നിർണയിക്കുന്നത് സായിപ്പിന്റെ ബോധ്യങ്ങളല്ല. ആവശ്യത്തിനേറെ അഹങ്കാരം തലക്കി പിടിച്ച് കണ്ണുകൾ ബ്ലൈൻഡായ നിങ്ങളോട് എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ ഒരു ചൊല്ലില്ലേ, എന്താ അത്? വെട്ടാൻ വരുന്ന പോത്തിനോട് അത് തന്നെ. സായിപ്പേ, ഈ രാമയ്യനോടൊരു തർക്കം വേണ്ട. സായിപ്പേ, സൈനിക പരിശീലനമല്ലാതെ വേറൊരാളോടും ഈ സുവിശേഷം പ്രസംഗിക്കണമെന്നില്ല. സൈനിക പരിശീലനത്തിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തങ്ങൾക്ക് നിർത്താം. പിന്നെയുള്ളത് എൻ്റെ ആത്മീകമായ കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ ഇടപെടാം. രാമയ്യൻ എന്നല്ല,
ഈ ഭൂമിയിലുള്ള ഒരു രാജാവിനും അധികാരമില്ല. അത് രാജാക്കന്മാരുടെ രാജാവും എന്റെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അധികാര മേഖലയാണ്. അതുകൊണ്ട് രാമയൻ ക്ഷമിക്കണം. സോറി പ്ലീസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സായിപ്പിന്റെ പള്ളിയിൽ പിള്ള. ലാസറസ് അഥവാ ദൈവസഹായം പിള്ള എന്ന പുതിയ പേരിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു. വാർത്ത രാമയ്യൻ, മറ്റാർക്കും പ്രവേശനമില്ലാത്ത എന്റെ ഈ പൂജാമുറിയിൽ നീ എങ്ങനെ? അങ്ങ് കഴിയാത്തവ ചിന്തിക്കുന്നു. സ്വന്തം ആളുകളെ നഷ്ടപ്പെടുത്തി അല്ല, എന്താണ് ഉദ്ദേശം? വിശ്വാസം യുദ്ധമാകും. വീട്ടിനുള്ളിൽ ആത്മാവിനെ ജീവനോടെ നിലനിർത്താനുള്ള യുദ്ധം നമുക്ക് മനസ്സിലാകുന്നില്ല. ചിലർ തകർന്നു പോകും, ചിലർ കൂടുതൽ ശക്തരാകും. ഞാൻ അവനെ വിട്ടുകളയുകയില്ല. പ്രതീക്ഷ മനുഷ്യന് അവസാനമായി നഷ്ടപ്പെടുന്നത് അതാണ്. എന്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ പോരാടുകയാണ്. അവസാനമെല്ലാം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില ആത്മാക്കൾ അങ്ങനെയാ. എല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇനി എന്താണ് ബാക്കി? നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കുക. അങ്ങയുടെ വിചാരം എനിക്ക് മനസ്സിലാകുന്നു. അങ്ങയുടെ വ്യാകുലത എന്നെ ത്രസിപ്പിക്കുന്നു. നീലകണ്ഠൻ എന്നേക്കാൾ വലിയവൻ അല്ലേ? നമ്മുടെ ഉപ്പും ചോർന്നും ഇപ്പോ ആ ക്രിസ്ത്യാനികൾക്കൊപ്പം ചേർന്ന് നമ്മുടെ ദേവന്മാരെയും പൂജാവിധികളെയും നശിപ്പിക്കുന്നു. അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുന്നു. ഇങ്ങനെ പോയാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്രിസ്ത്യാനികൾ കൈയടക്കി അവരുടെ ആരാധനാലയമാക്കും. ക്രിസ്ത്യാനികൾ നാട് മുഴുവൻ വ്യാപിച്ചു രാജ്യത്തിന്റെ സമാധാനമില്ലാതാവും. രാജ്യദ്രോഹിയാണവൻ. അവനെ അവസാനിപ്പിക്കണം. എല്ലാം അവസാനിപ്പിക്കണം. ആരിവിടെ? ക്യാപ്റ്റൻ ഡിലനായുടെ കൂടെ ചേർന്ന് നമുക്കും നമ്മുടെ ദേവന്മാർക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ആ രാജ്യദ്രോഹിയെ ദൈവസഹായ പിള്ളയെ കാരാഗൃഹത്തിലടയ്ക്ക്. ഭാർഗവി, നിനക്ക് സുഖമാണോ? കൊടിയ പീഡനങ്ങൾ മൂലം കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം അങ്ങ് മാറിപ്പോയിരിക്കുന്നു. ദൈവത്തിന്റെ സംസാര ഭാഷയാണ് സഹനങ്ങൾ. അത് ഈ ലോകത്തിന് ഇന്ന് വരെ പിടികിട്ടിട്ടില്ല. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവർ സ്നേഹത്താൽ അതിൽ അടിയിരിക്കും. പിന്നെ സ്നേഹത്തിന്റെ ഒരു പ്രയാണമാണ്. സഹനങ്ങൾക്ക് വേണ്ടി അവർ താങ്ങിക്കും. അപ്പോഴേക്കും അവരുടെ ലാംഗ്വേജ് ദൈവത്തിന്റെ ലാംഗ്വേജായി തീർന്നിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിന് അവരെ പിടികിട്ടുകയില്ല. അന്ന് പറഞ്ഞതൊന്നും ഓർക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന് ദുഃഖമോ ദുരിതമോ പീഡനമോ വാളമോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ മറ്റൊന്നിനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താനാവില്ല. ഭാർഗവിയല്ല, അതെ, അങ്ങയുടെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഞാൻ
ഇത് സ്വപ്നമല്ലടോ, ഇത് സത്യമാണ്. ദൈവം ക്രൂരനാണെന്നും പറഞ്ഞു ആ നാമത്തെ വെറുപ്പോൾ വീക്ഷിച്ചിരുന്ന ക്രിസ്തുവിൻ സ്നേഹം മാത്രമായ സത്യദൈവത്തെ കണ്ടെത്തിയത് ദൈവപുരുഷനായ അങ്ങിലൂടെയാണ്. താങ്കൾ ഒരു അത്ഭുതമാണല്ലോ. സത്യദൈവത്തിലേക്ക് താങ്കളെ നയിക്കാൻ ഞാനൊരു നിയോഗമായതെന്ന് ദൈവത്തിന് അങ്ങയുടെ രക്തത്തിൽ കുതിർന്ന ചങ്ങലകൾ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. ഒരു വിശുദ്ധന്റെ തിരുശേഷിപ്പിൽ ചുംബിക്കാനുള്ള ഒരു ഭാഗ്യം പാപിയായ എനിക്ക് നീ തന്നല്ലോ ദൈവമേ. Thank God. തീർന്നു, ഇന്നുകൊണ്ട് തീർന്നു ഇവന്റെ സകല അഹങ്കാരവും. ഇത് രാമയ്യനാ, തിരുവിതാംകോട്ടിന്റെ രാജദൂതൻ രാമയ്യൻ. രാജകാര്യങ്ങളിൽ കാര്യവിചാരകൻ രാജദൂതനേക്കാൾ ഒരു പടി മുകളിലായിരിക്കും അല്ലേ? ഇതാ ഇത് നിന്നെ കൊന്നു തള്ളാനുള്ള രാജകൽപ്പന. കണ്ടോ, കണ്ണ് നിറയെ കണ്ടോ? രാമയ്യ, എനിക്ക് താങ്കളോട് നന്ദിയുണ്ട്. താങ്കൾക്ക് ഇത് ഭ്രാന്ത്, മുഴുഭ്രാന്ത്. ഈ കാറ്റാടി മലയിൽ ഒതുങ്ങും എന്റെ സകല ഭ്രാന്തും. രാമയ്യ, മരണശിക്ഷ വയ്ക്കാൻ എന്റെ ആത്മാവും ശരീരവും സന്നദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ദൈവസഹായങ്ങളെ, ഇനി നിന്റെ സമ്മതം ആർക്കു വേണം? വെടിമരുന്ന് കൊണ്ടും തോക്കുകൊണ്ടും കോപ്പ് കൂട്ടിയ അടിലനായി സായിപ്പിന്റെ പക്ഷം ചേർന്ന് നിൻകന്ത്യവും ഈ തോക്ക് കൊണ്ടായിരിക്കട്ടെ. രാമയ്യ, ഒരു നിമിഷം എനിക്ക് എന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ഇനി നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഒരു ദൈവവും നിന്റെ രക്ഷയ്ക്ക് എത്തില്ല. ധിക്കാരം. അവൻ പ്രാർത്ഥിക്കട്ടെ. അവന്റെ ദൈവം അവനെ രക്ഷിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആത്മാവിനെ സ്വർഗീയ വിരുന്നിനായി ഒരുക്കിയ തമ്പുരാനെ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈ സഹോദരങ്ങളുടെ വീഴ്ചകളെ പൊറുക്കേണ്ടത്. ദൈവസഹായം പിള്ളേ, നിനക്ക് ഈ തിരുവിതാംകോട് രാജ്യത്തിന്റെ അന്ത്യഭിവാദ്യങ്ങൾ വായിക്കി. മരുതൂക്കുളങ്ങര തറവാട്ടിലെ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും ദേവിക തമ്പുരാട്ടിയുടെയും മകനായ നീലകണ്ഠൻ പിള്ള എന്ന അയ്യർ മതം മാറി ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും തുടർന്ന് 2000-ൽ പരം ജനങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നും തെളിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈശ്വര വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു പരത്താൻ ശ്രമിക്കുകയും മായാജാല മന്ത്രങ്ങൾ കൊണ്ട് പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പേരിലും മാർത്തണ്ഡവർമ്മ മഹാരാജാവിന്റെയും സഭാംഗങ്ങളുടെയും ഉത്തരവുകൾ ധിക്കരിച്ചതിന്റെയും പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദേവസഹായപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന നീലകണ്ഠൻ പിള്ളയെ കാട്ടാടി മലയിൽ വെച്ച് വെടിവെച്ചു കൊല്ലുവാൻ
മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ ക്യാപ്റ്റൻ ടെലിനോയുടെ അസാന്നിധ്യത്തിൽ നിയുക്ത ഭടന്മാരായ 2 പേർ ആ കർത്തവ്യം ഇപ്പോൾ ഇവിടെ നിർവഹിക്കുന്നു. എന്റെ ജന്മനാടിനെ ക്രിസ്തുവേ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. എന്റെ ഭാർഗവിയെ, എന്റെ ജ്ഞാനഭൂവിനെ കാത്തുകൊള്ളണേ. song of ages to the land. Your